ഹലോ, ഈ കറി നിങ്ങൾ മറന്നുപോയോ? എൻ്റെ കുട്ടിക്കാലത്ത് അമ്മമ്മയും വല്യമ്മയും അമ്മയും ഒക്കെ ഉണ്ടാക്കി തന്നിരുന്ന ഒരു കറി. അതെ, ഉപ്പുമാങ്ങ കറി. ഞങ്ങളുടെ ഉപ്പുമാങ്ങ കൂട്ടാൻ. മറന്നുപോയവർക്ക് ഒരു ഓർമ്മപ്പെടുത്തലാണേ. അപ്പോൾ നമുക്ക് ഈ കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഈ കറിക്ക് വേണ്ടിയിട്ട് 4 ഇടത്തരം വലിപ്പമുള്ള ഉപ്പുമാങ്ങയാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. ഉപ്പുമാങ്ങ എടുക്കുമ്പോൾ വെള്ളത്തോടുക്കൻ തന്നെ എടുക്കാൻ നോക്കുക. നമുക്ക് കുറച്ച് വെള്ളം ഇതിന് ആവശ്യമാണ്. അതുപോലെ തന്നെ ഈ ഉപ്പുമാങ്ങ ഞാൻ കഴിഞ്ഞ കൊല്ലം ഇട്ട് വെച്ചിരിക്കുന്ന ഉപ്പുമാങ്ങയായിരുന്നു. പക്ഷെ ഒരു കുഴപ്പമില്ല, ഇപ്പോഴും നല്ല ഹാർഡായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. ചില ഉപ്പുമാങ്ങകൾ കുറച്ച് സോഫ്റ്റ് ആയിട്ട് വരും. നിങ്ങളുടെ കയ്യിലുള്ള ഉപ്പുമാങ്ങ നല്ല സോഫ്റ്റ് ആണെങ്കിൽ കൈ കൊണ്ട് നന്നായിട്ട് ഞെരടി എടുത്താൽ മതി. പക്ഷെ ഇത് കുറച്ച് ഹാർഡായതുകൊണ്ട് ഞാൻ മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഒപ്പം തന്നെ 2 വലിയ പച്ചമുളകും 2 ചെറിയുള്ളിയും കുറച്ച് കറിവേപ്പിലയും ആഡ് ചെയ്യാം. ഇതൊന്ന് ക്രഷ് ചെയ്തിട്ട് എടുക്കാം. നന്നായിട്ട് അരഞ്ഞു പോകരുത്. നമ്മൾ അമ്മിക്കല്ലിലൊക്കെ ഇട്ടിട്ട് ചതച്ചെടുക്കണ പോലെ ഇത് ചതച്ചെടുക്കാനേ പാടുള്ളൂ. ഇതുപോലെ ക്രഷ് ചെയ്തിട്ട് എടുക്കണം. ക്രഷ് ചെയ്തിട്ട് എടുത്തതിന് ശേഷം ഒരു ചട്ടിയിലേക്ക് ഇതൊന്ന് മാറ്റാം. മാങ്ങ ക്രഷ് ചെയ്ത അതേ മിക്സിയുടെ ജാറിലേക്ക് തന്നെ 1 കപ്പ് തേങ്ങ ചെരുകിയത് ചേർക്കാം. തേങ്ങയിലേക്ക് ഒരു 6 ഉണക്കമുളകും കൂടി ചേർക്കണം. ഇനി ഇതൊന്ന് അരച്ചെടുക്കണം. അരയ്ക്കുമ്പോൾ നമ്മൾ ഉപ്പുമാങ്ങയുടെ വെള്ളം കൂടി ചേർത്തിട്ട് വേണം അരയ്ക്കാൻ. അരച്ചെടുത്തതിന് ശേഷം ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് ചട്ടിയിലേക്ക് ഒഴിക്കാം. ഒഴിച്ചതിന് ശേഷം സ്റ്റവ് ഓൺ ചെയ്തിട്ട് നന്നായി മിക്സ് ചെയ്യണം. മീഡിയം ഫ്ലെയിമിൽ വേണം മിക്സ് ചെയ്യാൻ. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ കറി തിളച്ച് പൊന്തി വരരുത്. അതായത് ചൂടാവാനേ പാടുള്ളൂ. ഇത് ഇതേപോലെ ചെറിയ കുമിളകൾ വരുമ്പോഴേക്കും ഓഫാക്കി വെക്കണം. ഈ കറിയിൽ ഉപ്പും മഞ്ഞൾപ്പൊടിയും ഒന്നും ആഡ് ചെയ്യണില്ല. ഉപ്പുമാങ്ങയിൽ ഉപ്പുള്ളതുകൊണ്ട് നമ്മൾ ഉപ്പ് തീരെ ചേർക്കരുത്. ഇനി നമുക്കിതൊന്ന് വറുത്തിടാം. ഒരു ചെറിയ പാൻ അടുപ്പത്ത് വെച്ചിട്ട് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ 1 ടീസ്പൂൺ കടുക്, 1 ടീസ്പൂൺ ഉലുവ, 3 ഉണക്കമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ആഡ് ചെയ്തതിന് ശേഷം മൂത്ത് വരുമ്പോൾ നമുക്കിത് കറിയിലേക്ക് ഒഴിക്കാം. അങ്ങനെ നമ്മുടെ ഉപ്പുമാങ്ങ കറി റെഡി ആയിട്ടുണ്ട്. ഇത് നിങ്ങൾ തീർച്ചയായും ഉണ്ടാക്കിയിരിക്കണം. ഈ കറി ഉണ്ടെങ്കിൽ ചോറിൻ്റെ ഒപ്പം വേറെ ഒന്നും വേണ്ട. ചോറിൻ്റെ ഒപ്പം മാത്രമല്ല കേട്ടോ, നമുക്ക് ദോശയുടെ ഒപ്പം ഇഡ്ഡലിയുടെ ഒപ്പം ഈ കറി കഴിക്കാം. നല്ല ടേസ്റ്റുള്ള കറിയാണ്. നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ നമുക്ക് അടുത്ത ആഴ്ച പുതിയ റെസിപ്പി ആയിട്ട് കാണാം. അതുവരയ്ക്കും താങ്ക് യു. ബൈ.